നിക്കണ അവിടെ. പോയി തല്ലിയോ കൊല്ലോ എന്താന്ന് വെച്ചാ ചെയ്യ. നിന്നെ എനിക്കിനി കാണണ്ട. ഞാനിനി എന്തൊക്കെ കാണണോ എന്റെ ദൈവമേ. അമ്മ അവന്മാർ തല്ല വരുമ്പോ ഞാൻ പിന്നെ എന്താ ചെയ്യണം? തല്ലി ചാവട പോയി. എനിക്കിനി ഒരു മകനില്ലെന്ന് കരുതിക്കോളാം. അമ്മ ഇങ്ങനെ കരയാൻ വേണ്ടി ഇവിടെ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായെന്ന്? എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വന്നിരിക്കല്ലേ. നീ ഇവിടെ നിൽക്കണ്ട. ഇനി ഒന്നും അനുഭവിക്കാൻ എനിക്കാവില്ല. നാളെ തന്നെ വിജയന്റെ കൂടെ പൊയ്ക്കോ. എവിടേക്ക്? എവിടേക്കെങ്കിലും. ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. പൊയ്ക്കോ വിജയന്റെ കൂടെ. പോകാം. അതെ, ഞാൻ കൊണ്ടുപോകുന്ന പ്രശ്നമില്ല. ഈ സ്വഭാവം കൊണ്ട് നടക്കുമ്പോ അവൻ അവിടെയും ശരിയാവില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് നിൽക്കാമെങ്കിൽ മാത്രം വന്നാ മതി. ഓ, എന്നാ ഇവിടെ വെച്ച് നീ സത്യം ചെയ്യണം. എന്തോ? അത് സാധ്യമല്ല. എന്നാ വേണ്ട. അമ്മേ, ഇവനവിടെ ശരിയാവില്ല. സത്യം ചെയ്യടാ. ഇവിടെ സത്യം ചെയ്യാൻ. ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല. അമ്മ ഇന്നലെ രാത്രി മുഴുവൻ ഒരേ കരച്ചിലായിരുന്നു. എന്തായാലും തൽക്കാലം കുറച്ചാലും ഞാൻ ഇവിടെ മാറി നിൽക്കാം. അതാ നല്ലത്. പ്രശ്നങ്ങൾക്കൊക്കെ തൽക്കാലം ഞാൻ അവധി കൊടുക്കുകയാണ്. ഞാൻ ചെന്നിട്ട് കത്തിടാം. ഹലോ, ആരാ സംസാരിക്കുന്നത്? വിജയലക്ഷം വന്നില്ലല്ലോ. ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? അത് മനസ്സിലായി. സംസാരിക്കുന്ന ആൾക്ക് പേരില്ലേ? ഓ, ശാന്തിയാണോ? പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ശബ്ദത്തിനൊരു മാറ്റം. എന്താ, ജലദോഷമാണോ? കഴിഞ്ഞ ദിവസം ശാന്തി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പൊ ശാന്തി ഒരു കടും പച്ച ബോർഡറുള്ള സാരി എടുത്ത്, ഇറ്റ്സ് വെരി നൈസ്, വെരി വെരി നൈസ്. അത് ശാന്തിക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഐ ഫീൽ കട്ടായോ ശാന്തി? കണ്ട പെണ്ണുങ്ങളുടെ സാരിയും ബ്ലൗസും മാച്ച് ആണെന്ന് നോക്കുന്നതുക്ക് உங்களுக்கு വെക്കമില്ലയാ? അത് ഞാനൊരു നഗ്നസത്യം പറഞ്ഞതല്ലേ എന്റെ വസുമതി. இந்த மாதிரி സത്യൊന്നും ഇതുവരെയൊക്കെ എങ്കിട്ട് ചൊല്ലിനിയേ? എന്റെ പൊന്നു വസു, പൊന്നും കൊടുത്തിനെന്തിനാ പൊട്ട്? നീ സാരി ഉടുത്താലും ഉടുത്തില്ലെങ്കിലും ഒരുപോലല്ലേ എന്റെ കരളെ. ആരാ ഈ നേരത്ത്? മോളെ ഗായത്രി, ആരാണ് നോക്ക്. അവള് ബാത്റൂമില് താനേ. ആ, എന്നാ ഞാൻ തന്നെ നോക്കാം. എത്തിയോ? ഓഫീസിലെ പെങ്കൊച്ച ഇപ്പൊ കൂടെ വിളിച്ചതേ ഉള്ളൂ. ഓഫീസിലെ പെങ്കൊച്ച? അതേത് പെങ്കൊച്ച്? ഓഫീസിലെ സ്റ്റാഫാ. ഓ, ആ, ഒടുവിൽ ആളെ കിട്ടിയല്ലോ. ഇതെവിടെ നോപ്പിച്ചു? അല്ല സുഖേട്ടാ, ഇത് അതൊക്കെ മനസ്സിലായി. മുമ്പ് എവിടായിരുന്നു? വീട്ടിലോ ഹോട്ടലിലോ? വീട്ടിൽ. ആ, അതേതായാലും നന്നായി. വാക്കി രുചിയുള്ള ഭക്ഷണം കഴിക്കാലോ. ആ, പിന്നൊരു കാര്യം, ഇവിടെ നോൺ വെജ് പാടില്ല. വസുമതിക്ക് അത് ഇഷ്ടമല്ല. അയ്യോ, ഇത് സുഖമായിട്ട് ഉദ്ദേശിച്ച ആളല്ല, എന്റെ ബ്രദറാ. അയ്യോ, ഞാൻ വിചാരിച്ചു. ഞാനൊന്ന് പെട്ടെന്ന് റെഡി ആവട്ടെ. ഓ, എന്നാൽ അങ്ങനെ ആട്ടെ. അവരുടെ തമ്പിയാ? അല്ലേ, അണ്ണൻ.
കൊള്ളസംഘത്തിലേക്കുള്ള വഴിയോ? ഇതെന്തോന്നാടേ, തൊഴുത്തോ? ഇതുവരെ ഇതൊരു വീടായിരുന്നു. ഓഹോ, ഇനി വേണമെങ്കിൽ തൊഴുത്തൊന്നും പറയാം. അതെന്ത്? നീ ഇവിടെ താമസം തുടങ്ങല്ലേ, അതുകൊണ്ട് അപ്പൊ ഇതൊരു തൊഴുത്താവും. അതെങ്ങനെ? അതാവും. അതെങ്ങനെയാവും? നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എങ്ങനെയാവൂടാ തൊഴുത്ത്? ഏയ്, ജയ, അമ്മയോട് സത്യം ചെയ്ത കാര്യം മറക്കണ്ട. ഇല്ലേ? ഇവിടം എനിക്ക് ശരിയാവുമെന്ന് തോന്നുന്നില്ല. அந்த பையனை பார்த்தா விஜயன் அண்ணன் തോന്നേ ഇല്ല. അണ്ണൻ എന്നതോ പോട്ടെ, കുടുംബക്കാരനാണെന്ന് പോലും തോന്നില്ല. അല്ല, ഒന്നോർത്ത അത്ഭുതമില്ല. നിന്നെ കണ്ട എന്റെ ഭാര്യയാണെന്ന് ആരെങ്കിലും പറയൂ? ഏ? എന്നാ ഞാൻ ഓഫീസിൽ പോവാ. ഓ. നീ കുറച്ച് സമയം റെസ്റ്റ് എടുക്ക്. റെസ്റ്റ് എടുക്കാനല്ല ഞാൻ ഇവിടം വരെ വന്നത്. ഞാൻ നിന്റെ കൂടെ വരിക. എന്തിന്? എനിക്ക് ഈ സിറ്റിയൊക്കെ ഒന്ന് കാണണം. കൂട്ടത്തിൽ നിന്റെ മുതലാളിയെ കണ്ട് എന്റെ ജോലിക്കാരും കൂടി ഒന്ന് സംസാരിക്കണം. എന്തേ? അതൊന്നും ഇപ്പൊ പറ്റില്ല. പിന്നെ എപ്പ പറ്റും? അതെ, MD-യുടെ മൂഡ് നോക്കി വേണം പറയാൻ. അതെന്തിനാ MD-യുടെ മൂഡ് നോക്കി പറയുന്നത്? മുഖത്ത് നോക്കി പറഞ്ഞ പറ്റില്ലേ? ഏ ജയ, ഏ, നീ ഇവിടെ ഇരുന്നാ മതി. ഓ, ഉച്ചക്കേ ഞാൻ ഇങ്ങ് വരാം, കേട്ടോ? കേട്ടില്ല. നീ ഒരു പുല്ലും പറയണ്ടടാ, പുല്ലേ. ജയ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. നിന്റെ കയ്യിൽ പൈസ ഉണ്ടാവുന്ന കരുതിയത്. എന്റെ കയ്യിൽ എവിടെന്നാ പൈസ? എനിക്കെന്താ സ്പിരിറ്റ് വെച്ചോളോ? പൈസ മുഴുവൻ അമ്മ നിന്നെ അല്ലടാ ഏൽപ്പിച്ചത്. എങ്കിൽ ഞാൻ പോകുമ്പോ നിനക്കൊരു വാക്ക് പറയാറുന്നില്ലേ? ഏത് വാക്ക് പറയണം? എന്നെ കൊണ്ട് ആ വാക്ക് പറയിപ്പിക്കല്ലേ. എന്താണ് ബിരിയാണി? ബിരിയാണിയാ? ആ. എന്റെ കയ്യിൽ കാശുണ്ടെന്ന് കരുതിയെന്നല്ലേ നീ പറഞ്ഞത്? ആ, അതെ. പിന്നെന്തിനാടാ നീ ഈ 2 പാക്കറ്റ് വാങ്ങിച്ചത്? എനിക്ക് സൗകര്യം ഉണ്ടായിട്ട്. ഒരു നേരം പട്ടിണി കിടക്കുന്ന നല്ലതാ. നിൽക്കണ അവിടെ. എനിക്കറിയാം നിനക്ക് അസൂയടാ. ഞാൻ നന്നാവുന്നത് കാണുന്നതിലുള്ള അസൂയ. എന്നെ ഇങ്ങനെ ഡെയിലി പട്ടിണിക്കിട്ട് ഫിസിക്കലായിട്ട് എന്നെ തോൽപ്പിക്കാന്നായിരിക്കും നിന്റെ വിചാരമല്ലേ? നടക്കില്ലടാ. നീ കൈയെടുക്ക. നിന്നെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചൊന്നുമല്ലോ. നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാക്കി നാട്ടിൽ പോയിക്കോ. കൈ ചൂണ്ടാടാ. നാട്ടിൽ പോവാൻ മനസ്സിലടാ. ഞാൻ ഈ സിറ്റിയിലൊന്ന് അടിച്ച് പൊളിക്കാൻ പോവാടാ. ഇതൊരു കുരിശായല്ലോ. കുരിശ് നിന്റെ കഴുത്തിൽ തന്നെ കെട്ടി തൂക്കിക്കോ. നീ എന്റെ കാര്യം MD-യോട് സംസാരിച്ചോ? ഇല്ല. എനിക്കറിയാം നീ സംസാരിക്കില്ല. നിന്റെ കമ്പനിയിൽ എന്നെ അപ്പോയിന്റ് ചെയ്താൽ നിന്നെ ഓവർടേക്ക് ചെയ്ത് ഞാൻ നിന്റെ MD ആവുന്നുള്ള പേടിയില്ലടാ നിനക്ക്. നീ മരത്തിൽ കാണുമ്പോ ഞാനത് മാനത്ത് കാണൂടാ. ഒന്നുമില്ലെങ്കിലും നിന്നെക്കാൾ 3.5 മിനിറ്റ് മൂത്ത ഇരട്ടയല്ലേടാ ഞാൻ. ഓ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ദാ തിന്ന്. കുറച്ചു നേരങ്ങളിൽ വായടക്കല്ലോ. വായടപ്പിക്കാൻ നീ ആര് വായില്ല കുന്നിലപ്പനോ? ബിരിയാണി നടന്നടാ ഹോട്ടലിൽ നിന്നാണ്? അല്ല, നിന്റെ അമ്മായിയമ്മ തന്നയച്ചത്. ഓഹോ, നിന്റെ അമ്മായിയമ്മയ്ക്ക് ഇപ്പൊ എന്താ ബിരിയാണി കച്ചവടമാണ്? എന്തിനാണ് അത് വാങ്ങിച്ചത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട്. വേണമെങ്കിൽ തിന്ന്. അങ്ങനെ ഇപ്പൊ വേണ്ട, നീ തന്നെ കഴിച്ചോ. ഹോട്ടൽ ഭക്ഷണം കഴിച്ച് വയറ് കേടാക്കാൻ എന്നെ കിട്ടില്ല. ആ പരട്ട നായര് വരുന്നുണ്ട്. നായയുടെ ജന്മമാ. ആ നായ്ക്ക് ഞാനിന്ന് കാണിച്ചു. അയാളെ കാണണ്ട. നീ ഇതെടുത്ത് അങ്ങോട്ട് മാറി നിന്നു. ഞാനിപ്പോ വരാം. വരണോന്നില്ല. സുഖമായിരുന്നോ? എന്താ? അല്ല, ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. എന്താ ചേട്ടാ ഇവിടെ ഒരു മണം? എന്ത് മണം? ഇറച്ചിയുടെ മണം പോലുണ്ട്. ചേച്ചി കാണാതെ ചേട്ടൻ ഇന്ന് കോഴി പൊരിച്ചോ? ഇവിടെ നല്ല മണം വന്നു. അല്ല, ഞാൻ വിചാരിച്ചു മറ്റോനില്ലേ. അയ്യോ ചേട്ടാ, ഞാൻ കഴിക്കാറില്ല. സത്യമായിട്ടില്ല. അതല്ല ചേട്ടൻ ജയകൃഷ്ണൻ. ഓ, അവൻ ബാത്റൂമിലാ. എന്നാ പിന്നെ ചേട്ടൻ ചെല്ലേ. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ബാഡ് നൈറ്റ്. അയാൾ പോയി. വാതിൽ നോക്ക്. ജയ, എന്റെ ബിരിയാണി എവിടെ? എന്റെ ബിരിയാണി? ബിരിയാണിയിൽ എന്താ നിന്റെ പേരിങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്? ഞാൻ കൊണ്ടുവന്ന ബിരിയാണി എവിടെ? അത് ഞാൻ അങ്ങ് തിന്ന്. നീയല്ലേ പറഞ്ഞത് ഒരു നേരം പട്ടിണി കിടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാന്ന്? നീ ഇന്ന് ആരോഗ്യം നന്നാക്ക്. കൈയെടുക്കുന്ന അടിച്ച് അണപ്പലർപ്പിച്ചോ ഞാൻ. കേടാ. അതെ, ഈ വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് കുറെ ദൂരം ഇങ്ങനെ നടക്കുന്നത് നല്ലതാണ്. ആണാ? പോടാ. അതിനെ പറ്റിയ സ്റ്റേഡിയം വല്ലതും ഉണ്ട് ഇവിടെ? നാളെ മുതൽ എനിക്കത് വേണ്ടി വരും. എന്നാ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഈ വിശപ്പുള്ളതുകൊണ്ട് നല്ല ഉറക്കം കിട്ടും. ഓക്കെ, ബൈ ബൈ. നിനക്ക് ഭക്ഷണത്തിനുള്ള കാശ് ഇതോടൊപ്പം വെക്കുന്നു. നിന്റെ ഇഷ്ടാനുസരണം വയറ് നിറച്ച് കഴിക്കേ. വയറ് നിറച്ച് തന്നെ കഴിക്കും. 20 രൂപയ്ക്ക് 2 ബോണ്ട പോലും കിട്ടില്ല 20 രൂപയ്ക്ക്. എന്റെ ജയകൃഷ്ണ,
നിനക്ക് ജോലി കിട്ടാൻ വേണ്ടി ഞാൻ മുത്തപ്പന് നടന്ന വഴിപാടാ ഇതില്. ഉം. സമയം കിട്ടുമ്പോ നീ ഇത് ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കണേ. എന്റെ മുത്തപ്പ എന്നോട് ക്ഷമിക്കണേ. വിശന്നിട്ടാണേ.